ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏത് പ്രതിസന്ധിയുടെ നടുവിലും ജീവിതം തിരികെ പിടിക്കാനുള്ള ഉറച്ച തീരുമാനമാണ് തുടർന്ന് ജീവിക്കാനുള്ള പ്രത്യാശയും പ്രോത്സാഹനവും നമുക്ക് നൽകുന്നത്. കടബാധ്യതകളുടെ നടുവിൽ, മാറാവ്യാധികളുടെ മധ്യേ, പരിഹരിക്കാനാകാത്തതെന്ന് ബോധ്യപ്പെടുന്ന ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ തകർന്നു പോകുന്ന, തൈപ്പണമായി പോകുന്ന മനുഷ്യ ജീവിതങ്ങളിൽ ഒരു പ്രതീക്ഷയുടെ നുറങ്ങുവട്ടം എൻ്റെ ജീവിതം തിരികെ പിടിക്കാൻ എനിക്ക് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസവും തീരുമാനവുമാണ്. എപ്പോഴാണോ ജീവിതത്തിൽ നിന്ന് ആ പ്രതീക്ഷ നമുക്ക് നഷ്ടപ്പെടുന്നത്, അപ്പോൾ ജീവിതം അർത്ഥശൂന്യമായി പരിണമിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. പണ്ടൊരു ആശ്രമത്തിൽ ഒരു യുവാവ് കടന്നു വന്നിട്ട് ആശ്രമാധിപതിയോട് പറഞ്ഞു, ഗുരു, ജീവിതത്തിൽ ഇനി തുടർന്നു പോകാൻ ഒരു പ്രതീക്ഷയും ബാക്കിയില്ല. ജീവിതത്തിൽ ഇനി പ്രത്യാശ അല്പം പോലും അവശേഷിക്കുന്നില്ല. ജീവിതം മുഴുവൻ ഇരുട്ട് നിറഞ്ഞിരിക്കുന്നു. ഒരടി പോലും ഇനി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുന്നില്ല. അങ്ങേ ഒന്ന് കണ്ട് മനസ്സിനെ ഒന്ന് ആശ്വസിപ്പിക്കാനായി കടന്നു വന്നിരിക്കുകയാണ്. ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ആശ്രമാധിപതി ആ മനുഷ്യനിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് തന്റെ ആശ്രമത്തോട് ചേർന്നൊഴുകുന്ന ഒരു പുഴയുടെ അരികിലേക്ക് ഈ മനുഷ്യനുമായി കടന്നുപോയി. പോകുന്ന വഴിയിൽ യാതൊന്നും സംസാരിച്ചില്ല. ആ പുഴക്കരയിലെത്തിയപ്പോൾ ആശ്രമാധിപതി ഈ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, വരൂ, നമുക്കൊരു ജലസ്നാനം നടത്താം. ആ മനുഷ്യൻ ഗുരുവിന്റെ വാക്കിന് വില കൊടുത്ത് പുഴയുടെ തീരത്തേക്ക് കടന്നു വന്നു. ആശ്രമാധിപതി അവനെ വെള്ളത്തിലേക്ക് ക്ഷണിച്ചു. അവൻ ഗുരുവിന്റെ അടുക്കിലേക്ക് സാവധാനം ഇറങ്ങിച്ചെന്നു. ഗുരു അവനെ ചേർത്ത് പിടിച്ചിട്ട് കുറെ കൂടി ആഴമുള്ളൊരു സ്ഥലത്തേക്ക് മാറി നിന്നു. പൊടുന്നനെ ഈ മനുഷ്യന്റെ ശിരസ് രണ്ട് കൈ കൊണ്ടും പിടിച്ച് ഈ പുഴയിലെ വെള്ളത്തിലേക്ക് ഈ മനുഷ്യനെ മുക്കിപ്പിടിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാകാതിരുന്ന ഈ മനുഷ്യൻ ആദ്യമൊന്നും പ്രതികരിച്ചില്ല. എന്നാൽ തനിക്ക് ശ്വാസം കിട്ടുന്നില്ല, ജീവിതം തനിക്ക് കൈവിട്ട് പോകാൻ പോകുന്നുവെന്ന് അദ്ദേഹത്തിന് ബോധ്യമായി തുടങ്ങി. മൂക്കിലും വായിലൊക്കെ വെള്ളം കയറി അദ്ദേഹം പിടയ്ക്കാൻ തുടങ്ങി. ഗുരു പിന്നെയും അവനെ അമർത്തി പിടിച്ചുകൊണ്ടിരുന്നു. ഇനി ഒരു നിമിഷം പോലും തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ ഈ മനുഷ്യൻ ഗുരുവിനെ തട്ടിമാറ്റി പുഴയിൽ നിന്ന് ചാടിക്കയറി കരയിലെത്തി അദ്ദേഹം ആശ്വസിക്കുക. ഗുരു സാവകാശം വെള്ളത്തിൽ നിന്ന് കയറി ഈ മനുഷ്യന്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ അയാൾ പിന്നെയും ഈ ഗുരുവിനെ സംശയിക്കുക. അദ്ദേഹം ഗുരുവിനോട് പറഞ്ഞു, താങ്കൾ ഇത്ര വലിയൊരു ക്രൂരനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും എന്റെ ജീവിതത്തിന്റെ വേവലാതികളും ആകുലതകളുമായി ഞാൻ അങ്ങയുടെ അടുക്കൽ വന്നത് എനിക്കൊരിറ്റാശ്വാസം ലഭിക്കുന്നതിനാണ്. എന്നാൽ അങ്ങ് എന്നോട് ഒരു ദയവ് കാട്ടാതെ ഇത്ര ക്രൂരമായി എന്നോട് പെരുമാറിയത് ശരിയായില്ല എന്ന് പറഞ്ഞു. ഉടനെ ഈ ആശ്രമാധിപതി അവനോട് ചോദിച്ചു, നിനക്ക് എപ്പോഴാണ് കുതിറി രക്ഷപ്പെടണമെന്ന് തോന്നിയത്? അയാൾ പറഞ്ഞു, ഇനി ഒരു നിമിഷം പോലും എന്റെ ജീവിതത്തിൽ എനിക്ക് ക്ഷമിച്ചു നിൽക്കാൻ സാധിക്കില്ല, ഒരു നിമിഷം കൂടി എനിക്ക് നഷ്ടപ്പെടുത്താനില്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോ ഞാൻ അങ്ങയുടെ കരം തട്ടിമാറ്റി രക്ഷപ്പെടുകയായിരുന്നു. ഗുരു ആ മനുഷ്യനോട് പറഞ്ഞു,
ജീവിതം അങ്ങനെയാണ്. ഇനി ഒരു വേള ജീവിതത്തിൽ എനിക്കില്ലെന്ന് തിരിച്ചറിയുമ്പോൾ, സാധ്യതകളെല്ലാം അസ്തമിച്ചു എന്ന് തിരിച്ചറിയുമ്പോൾ, ജീവിതത്തിൽ ഭാവിയിലേക്ക് എടുത്തു വയ്ക്കാൻ ഒരിടമില്ലെന്ന് തിരിച്ചറിയുമ്പോൾ, സർവശക്തിയുമെടുത്ത് അതിനോട് പോരാടുക. പ്രതിസന്ധികളോട്, പ്രാരാബ്ധങ്ങളോട്, നിന്നെ അലട്ടുന്ന സകല പ്രതികൂല ശക്തികളോടും സന്ധിയില്ലാ സമരം ചെയ്യുക. ഒട്ടും അമാന്തിക്കാതെ സർവശക്തിയുമെടുത്ത് പോരാടുക. നിനക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, ജീവിതത്തിൽ പലപ്പോഴും അലസതയിലൂടെ കടന്നു പോകുമ്പോൾ, നിഷ്ക്രിയത്വത്തിലൂടെ കടന്നു പോകുമ്പോൾ, വിവേകശൂന്യമായി പെരുമാറുമ്പോൾ, നമ്മിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് അന്തർമുഖനായി ഇനി മറ്റാര് സഹായത്തിനില്ല എന്ന് പരാതി പറഞ്ഞ് ജീവിതത്തെ തമസ്കരിക്കുമ്പോൾ ഓർക്കുക, മുമ്പിലുള്ള ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ്. സടകുടഞ്ഞെഴുന്നേൽക്കാൻ, ജീവിതത്തെ നഷ്ടപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടെടുത്ത് നിന്ന് തിരിച്ചു പിടിക്കാൻ ആത്മാർത്ഥമായ ഒരു പരിശ്രമം നടത്താൻ നമുക്ക് സാധിക്കണം. ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവശക്തിയിൽ ആശ്രയിച്ച്, ദൈവം നമുക്ക് തന്ന കഴിവിലുള്ള ഉത്തമമായ ബോധ്യത്തിൽ ജീവിതത്തെ തിരികെ പിടിക്കാൻ, ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നും ദൈവദാനമായ ജീവിതത്തെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. അതിനുള്ള ത്രാണി നേടലാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും. അനുഭവങ്ങൾ നമ്മുടെ ഗുരുക്കന്മാരാണെന്ന് തിരിച്ചറിയുക. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.